നിലമ്പൂരിൽ ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിക്കുന്ന LDF UDF നിലപാടുകൾ അംഗീകരിക്കാനാകില്ലെന്ന് BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ ഏതറ്റം വരെയും പോരാടും. നിലമ്പൂരിൽ കുടിയേറ്റ കർഷകരുടെയും മലയോര കർഷകരുടെയും പ്രശ്നങ്ങളാണ് NDA ചർച്ച ചെയ്യുന്നത്. ജനങ്ങൾ ഇക്കാര്യം വിലയിരുത്തുന്നുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ അവസാന ഘട്ട പ്രചാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 3 ദിവസം മാത്രമാണ് വോട്ടെടുപ്പിന് ഉള്ളത്. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ്. എങ്ങനെയുണ്ട് ഈ അവസാനഘട്ട പ്രചാരണത്തിലെത്തിയപ്പോൾ ഇതുവരെയുള്ള ഒരു പ്രചാരണം എങ്ങനെ പ്രതീക്ഷകളും? വലിയൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി NDA ഇവിടെ പ്രചാരണ രംഗത്ത് ഇറങ്ങിയത്. ആ മുദ്രാവാക്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, പ്രത്യേകിച്ചും കുടിയേറ്റ കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങളും മലയോര കർഷകരുടെ പ്രശ്നങ്ങളും ഈ നിലമ്പൂരിൻ്റെ വികസന വിഷയങ്ങളും കൃത്യമായി ചർച്ചയാക്കാൻ കേന്ദ്ര പദ്ധതികളെ ഇവിടെ അവതരിപ്പിക്കുന്ന രീതികളും കേന്ദ്ര പദ്ധതികളെ ഇവിടെ അവഗണിക്കുന്ന രീതികളുമൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയിലെ എല്ലാ സംസ്ഥാന നേതാക്കളും, ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ശ്രീ വി മുരളീധരൻ, ശ്രീ കെ സുരേന്ദ്രൻ, ശ്രീ ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, മേജർ രവി, കൃഷ്ണദാസ് ജി, എല്ലാ നേതാക്കളും ഇന്നിവിടെ എത്തുന്നു. ഇന്ന് നാളെ അവരെല്ലാം ഉണ്ടാവും. പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം വലിയ ആവശ്യത്തിലാണ്. തീർച്ചയായിട്ടും നിലമ്പൂരിൻ്റെ മണ്ണിൽ ഒരു പുതിയ മുന്നേറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അവസാന പ്രചാരണം എങ്ങനെയാണ്? അവസാന ഘട്ടത്തിൽ എന്തൊക്കെയാണ് പരിപാടികൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് പ്രചാരണം? ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ തുടക്കം മുതൽ ഞങ്ങൾ വികസനം ചർച്ച ചെയ്യുമ്പോൾ LDF UDF ഇവിടെ വർഗീയതയാണ് ചർച്ച ചെയ്തത്. ആ വർഗീയതയ്ക്കെതിരെയുള്ളൊരു പ്രതിഷേധം, ഇത് ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ, വർഗീയ ശക്തികൾക്കെതിരെ ദേശസ്നേഹം സംഗമം ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ എല്ലാ സംസ്ഥാന നേതാക്കളും പങ്കെടുത്തുകൊണ്ട് സംഘടിപ്പിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. എന്ത് 4 വോട്ടിന് വേണ്ടി ഏത് പ്രീണന രാഷ്ട്രീയം, അത് രാജ്യവിരുദ്ധ ഭീകരവാദ സംഘടനകളെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണത ഇവിടെ ഉണ്ടായി. ഇത് ജനങ്ങളുടെ മുമ്പിൽ പറയണം. ഇത് ഒരിക്കലും BJP, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിച്ചു പോകാൻ കഴിയാത്ത രാഷ്ട്രീയമാണ് ഇവിടെ കോൺഗ്രസും CPM പറഞ്ഞത്. PDPയെ പ്രീണിപ്പിച്ചുകൊണ്ട്, രാജ്യവിരുദ്ധ ശക്തിയായ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയെ പ്രീണിപ്പിച്ചുകൊണ്ട്, എന്തിന് ഈ സർക്കാർ തന്നെ തീവ്രവാദ സംഘടന എന്ന മുദ്രകുത്തിയൊരു സംഘടനയെ ഇപ്പോൾ അവർക്ക് മതരാഷ്ട്രം എന്ന സങ്കല്പം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ BDCസിനൊക്കെ എത്രമാത്രം തരം താന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. അപ്പോൾ അത് കൃത്യമായി ജനങ്ങളതൊക്കെ കാണുന്നുണ്ട്. 100% തീർച്ചയായിട്ടും ജനങ്ങളത് കാണുന്നുണ്ട്. കാരണം രാജ്യം എന്ന ചിന്തയിൽ നിന്ന് നമുക്കൊരടി പുറകോട്ട് പോകാൻ പറ്റില്ല. അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന 4 വോട്ടിന് വേണ്ടി അതിന് വെള്ളം ചേർക്കുന്ന ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല. അതിന് ഏതറ്റം വരെയും BJP അതിനെ എതിർക്കും. അതിനൊരു നഷ്ടവും BJP ഞങ്ങൾ വിലവെക്കില്ല. ഏതറ്റം വരെയും പോയി രാജ്യവിരുദ്ധ പ്രവണതകളെ എതിർക്കുക തന്നെ ചെയ്യും. തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് LDFും UDFും മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുള്ളത്. കൃത്യമായി തന്നെ ജനം അത് വിലയിരുത്തുന്നുണ്ട്. അത് വോട്ടെടുപ്പിൽ കൃത്യമായി തന്നെ അത് പ്രതിഫലിക്കും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. NDA വികസന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇവിടെ പ്രചാരണം നടത്തുന്നത്. അത് വലിയ മുതൽക്കൂട്ടാകും എന്നും ഷോൺ ജോർജ് പറയുന്നുണ്ട്. നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം.